എന്നാ ഈ നമുക്ക് കുരു കൊടുക്കുന്നേ? എന്നാ പറ്റി? രാവിലെ ഒന്ന് ചാമ്പക്കയുടെ കുഴപ്പം. എന്താ ചാമ്പക്ക നിക്കുന്നേ? എനിക്ക് വായി വെള്ളം വരുന്ന. കൊറേ ചാമ്പക്ക ഉണ്ടല്ലോ. എന്നാ നിനക്ക് വേണോ? വേണം. ഒരു പ്ലാനിടാം. എന്ത്? ഒരു ചാമ്പക്ക പറിക്കാലോ. ഞങ്ങൾ സംസാരിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് പടി കൊണ്ട് ശ്രദ്ധിച്ചു കാണണേ. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു മരമാണ്. കേറിക്കോണേ പയ്യേ, വീടല്ലേ. ഞാനും വരണോ? വേണ്ട വേണ്ട. അപ്പൊ ഞാൻ അവിടത്തെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഈ ചാമ്പമരത്തിൽ നോക്കി കൊതി വിട്ടോണ്ടിരിക്കുവാണ്. എന്തോ ചാമ്പ ഇരിക്കുന്നു. നിങ്ങളെ കാണിക്കാനായിട്ട് ഞങ്ങള് പഴുപ്പിച്ചിരിക്കുന്നത് കൊണ്ടില്ലേ, പഴുത്ത് ചാമ്പക്ക ഇരിക്കുന്നു. കണ്ടോ, പഴുത്ത് ചാമ്പക്കൊക്കെ ഇരിക്കുന്നു. കണ്ടില്ലേ പഴുത്ത്? ഇത് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും പറിക്കും. കണ്ടവരെല്ലാവരും പറിച്ചോണ്ട് പോകണം. അപ്പൊ എങ്ങനെയെങ്കിലും പറിച്ചു വെക്കാനാണ് കരുതി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ ചാമ്പക്ക ഉണ്ടല്ലോ ഇവിടെ നിറച്ചു. അപ്പൊ ഇത്രയും ചാമ്പക്ക ഉണ്ട്. ഇവിടുന്ന് ചാമ്പക്ക പറിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പോയി ഒരു പാത്രം എടുത്തിട്ട് കൊടുക്കാം. ഹലോ ഗൈസ്, ഞാൻ പാത്രം കൊടുത്തോന്ന് വരുവാണ്. കല്യാണ ഈ പാത്രം, പാത്രം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പറിക്കുവാണ്. കണ്ടോ വേണ്ടിരിക്കുന്നത് ചാമ്പമരത്തിൽ. ഇപ്പൊ പുത്ത സ്പെഷ്യലായിട്ട് ചാമ്പക്ക ഡേറ്റ് ആയിട്ട് കഴിഞ്ഞായിട്ട് ഇങ്ങനെ പഴുത്ത് നല്ല മൂപ്പ പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പഴുത്തിരിക്കുന്നത് നല്ല രസമാണ്. നമുക്ക് പറിച്ചിട്ട് കാണാം. എന്നിട്ട് കഴുകി കഴിക്കുന്നതും കാണാം. അപ്പൊ ഗൈസ്, കല്യാണം ചാമ്പ പറിച്ചാൽ നമ്മൾ കഴുകാൻ തുടങ്ങുവാണ്. ചാമ്പത്തോട്ടം ഉണ്ടാക്കിയപ്പോഴൊക്കെ പാടി വെള്ളമൊക്കെ നിറച്ച് കഴുകാൻ പോവാണ്. കഴുകിയിട്ട് വേണം കഴിക്കാൻ, അല്ലാത്ത കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ എടുത്തോണ്ട് പോവാണ് കാണിച്ചെന്ന്. അപ്പം ഇതിലൊരു ചാമ്പ പോലും നല്ല ക്ലീൻ ആയിട്ടുള്ള ചാമ്പകളൊക്കെയാണ്. ചിലതിലൊക്കെ പുഴു കാണും. ശ്രദ്ധിച്ചും കഴുകിക്കണം കേട്ടോ. ഇത് നല്ല രസമായിരിക്കും കാണാൻ. നല്ല നല്ല രസമായിട്ടിരിക്കും. ഇത് പാറ്റിറ്റ്യൂഡിൽ ഇടാൻ കേട്ടോ ഗ്യാസ്. ഓക്കെ, പാറ്റിറ്റ്യൂഡ് ആവേ. ടാറ്റാ, വീണ്ടും കാണിക്കാവേ. ടാറ്റാ.